പക്ഷെ ആർപിഎമ്മിന്റെ റീഡിംഗ് എടുക്കുന്ന ഇന്ത്യയിലെ എഞ്ചിനകത്തുനിന്നാണ്. അപ്പോഴത്തേക്ക് അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പ്രശ്നം വരാം. സ്പീഡ് ആക്യുറേറ്റ് ആയിട്ട് കാണിക്കില്ല. സ്പീഡോമീറ്ററിന്റെ കേബിൾ തന്നെ എനിക്ക് തോന്നുന്നു 1500 രൂപയ്ക്ക് താഴെ എന്തോ വില വരുന്നുണ്ട്. അപ്പം ഓരോ പയ്യന്മാരുടെ 2 ദിവസത്തെ ശമ്പളമൊക്കെ ഇനി പറഞ്ഞ എമൗണ്ട് ഒക്കെ ചിലപ്പോൾ 3 ദിവസമൊക്കെ ആയിരിക്കും. ഇല്ല ഭാരത് പെട്രോളിൽ എന്റെ അറിവില് നിലവിൽ ഇന്ത്യനുള്ളിൽ മാത്രമാണ് കൂടുതൽ അവൈലബിൾ ആയിട്ട് കാണുന്നത്. പിന്നെ നമ്മുടെ ഫീൽഡ് പമ്പിന്റെ പ്രഷർ, നമ്മൾ അടിക്കുന്ന ഫ്യൂൽ, ഈ വണ്ടി ആക്ച്വലി 11 താഴോട്ടാണ് കംപ്രഷറൈസ് വന്നിരിക്കുന്നത്. 11 വേണ്ടി കംപ്രഷറൈസ് ഉള്ള വണ്ടികൾക്കൊക്കെ 95 ഫ്യൂലാണ് പറയുന്നത്, ഒക്ടേൻ 95. പല പല പമ്പിൽ ഒക്ടേൻ 95 അവൈലബിൾ ആണ്. കൂടുതൽ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് HP യിലാണ്. പിന്നെ HP 95ന്റെ ഫ്യൂൽ ഉണ്ട്. പിന്നെ വേറെ ഭാരത് പെട്രോളിൽ ഇല്ല. ഭാരത് പെട്രോളിൽ എന്റെ അറിവില് നിലവിൽ ഇന്ത്യനുള്ളിൽ മാത്രമാണ് കൂടുതൽ അവൈലബിൾ ആയിട്ട് കാണുന്നത്. HP 95 ആണ്. പിന്നെ HP ആണ്. HP പമ്പിൽ കിട്ടുന്നുണ്ട്, പക്ഷെ അത് വളരെ കുറവാണ്. ഇന്ത്യനുള്ളിലാണ് കൂടുതൽ 95 ഇപ്പൊ കണ്ടുവരുന്നത്. പിന്നീട് വേറെ റീസൺ ഇതിന്റെ പവർ ഡ്രോപ്പ് വരുന്നുണ്ടെങ്കിൽ ഫ്യൂൽ പമ്പിന്റെ പ്രഷർ ചെക്ക് ചെയ്യണം. പിന്നെ ത്രോട്ട് ബോഡി ഇഞ്ചക്ടർ എല്ലാം ക്ലീൻ ചെയ്യുക, വാൽവിന്റെ സ്ലാക്ക് ചെക്ക് ചെയ്യുക, വാൽവിന്റെ പ്ലേ ചെക്ക് ചെയ്യുക, ചെയിൻ സ്പ്രോക്കറ്റ് ചെക്ക് ചെയ്യുക, ക്ലച്ചിന്റെ സ്ലാബ് അഡ്ജസ്റ്റ് ചെയ്യുക. പ്ലഗ് മാറും മുന്നേ ഒരു 8000 കോടി വണ്ടിയാണെങ്കിൽ പുതിയ വണ്ടിയല്ലേ, പ്ലഗ് ആകുമ്പോൾ പുതിയതായിരിക്കും. പ്ലഗ് മാറുന്നതിന് മുന്നേ പ്ലഗിന്റെ റെസിസ്റ്റൻസ് വാല്യൂ നോക്കണം, പ്ലഗ് അഡാപ്റ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ നോക്കണം, ഇഗ്നിഷൻ കോയിലിന്റെ വാല്യൂ നോക്കണം, മാഗ്നറ്റിക് കോയിലിൽ നിന്ന് വരുന്ന കറണ്ട് എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കണം, എല്ലാ സോക്കറ്റും കാര്യങ്ങളും കറക്റ്റ് കോണ്ടാക്ട് കിട്ടുന്നുണ്ടോ നോക്കണം. പിന്നീട് എന്താ പറയുക, എഞ്ചിൻ ഓയിൽ കാര്യങ്ങളും ഈ അത്യാവശ്യം കിലോമീറ്റർ ഓടി പഴകി കഴിഞ്ഞാൽ R5ന്റെ എഞ്ചിന് ഒട്ടുമിക്ക വണ്ടികൾക്ക് അങ്ങനെയാണ്. R5 പവർഫുൾ എഞ്ചിനല്ല, അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന എഞ്ചിനാണ്. അപ്പൊ ഇതിന് യൂഷ്വലി പവർ കുറവാണ്. അപ്പോഴത്തേക്ക് ഇത് എല്ലാവരും പറയും പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ എടുക്കാൻ നേരത്ത് പോകുന്ന ടോർക്ക് വരെ പവർ വരെ ആ കോൺസെപ്റ്റിൽ വരെ പവർഫുൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഗിയറിനായാലും കൊടുക്കാൻ നേരത്തെ ഇപ്പോൾ 6th ഗിയറിൽ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇழுക്കുന്നുണ്ടെങ്കിൽ അതിന് പവർഫുൾ എഞ്ചിൻ എന്ന് പറയാം. അതിന് ടോർക്കൊക്കെ അത്യാവശ്യം നല്ല പ്രൊഡ്യൂസ്. നമ്മൾ പവർഫുൾ എഞ്ചിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി കൈ കൊടുത്തു കഴിഞ്ഞാൽ കയറണം. ഇത് ആക്ച്വലി ലാഗിയാണ്. ഇത് ടോപ്പ് എൻഡിലാണ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് എഞ്ചിൻ ഓയിലും കാര്യങ്ങളും കറക്റ്റ് അല്ലെങ്കിൽ ടോപ്പ് എൻഡിലൊക്കെ അത്യാവശ്യം മാറ്റം വരും. അപ്പം ഹൈ സ്പീഡ് എടുക്കാൻ നേരത്ത് പെട്രോൾ അല്ല, ഹൈ സ്പീഡ് എടുക്കാൻ നേരത്ത് എഞ്ചിൻ ഓയിലും കാര്യങ്ങളും കറക്റ്റ് ആണ്, എത്ര കിലോമീറ്റർ ആയി മാറിയിട്ട് അതെല്ലാം കൂടെ നോക്കിയിട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്യും. പിന്നീട് ഇതിൻ്റെ അകത്ത് ലീൻ ആംഗിൾ സെൻസർ എന്ന സാധനമുണ്ട്. അത് വണ്ടി നിറഞ്ഞു വീണ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. എനിക്ക് കിട്ടിയൊരു കംപ്ലൈന്റ്, വണ്ടി ഇടയ്ക്കിടയ്ക്ക് മിസ്സിങ് അടിക്കും. പമ്പിനൊന്നും കുഴപ്പമില്ല, കറക്റ്റ് ചെക്ക് ചെയ്ത് അത് വേറെ സ്ഥലത്ത് പണിയാൻ കൊടുത്തേന്, അത് ഞാൻ പറയുന്നില്ല. അപ്പൊ അവര് പമ്പൊക്കെ പുതിയത് വെച്ചു, എന്നിട്ട് രക്ഷയില്ല. അപ്പൊ പുള്ളിക്കാരനേക്ക് 2 പമ്പുണ്ട്. അപ്പം എന്തെന്ന് പറയാം, ലീൻ ആംഗിൾ സെൻസറിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ മിസ്സിങ് വരുന്നത്. ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് കട്ടാവും. കട്ടാകും ഇഗ്നീഷൻ അല്ല കട്ട് ചെയ്യണം, ഫ്യൂലിംഗ് ആണ് ലീൻ ആംഗിൾ സെൻസർ കട്ട് ചെയ്ത് വിടുന്നത്. എങ്ങനെ വണ്ടികളെ സംബന്ധിച്ചോളം ഇപ്പം ഒരു പുള്ളി കമന്റ് ചെയ്ത പുള്ളിക്ക് ഞാൻ പറഞ്ഞില്ല ഈ ഒരു 91, 92 ആ ഒരു റേഞ്ചിലൊക്കെയാണ് കിട്ടുന്നത്. അങ്ങനെ പലർക്കും ആ ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ നിന്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ട് അയാൾ പറയണേ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, കൊണ്ടുവന്നാൽ നിനക്കത് സെറ്റ് ആക്കി കൊടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് നടക്കില്ല. ആ ഇഷ്യൂ ഞാൻ നിലവിൽ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ചിലപ്പോൾ വേറെ മെക്കാനിക്കൽ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. നിലവിൽ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഞാൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇന്നതാണ് പോയതെന്ന് നമുക്ക് അറിയാൻ പറ്റും. നിലവിലൊരു വണ്ടി ഇരിപ്പുണ്ട്, അത് ഇത്രയും കൊണ്ടുവന്നില്ല. അപ്പൊ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുവിധം സ്പീഡാക്കി ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് വരുന്നത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അത് യൂഷ്വലി എഞ്ചിന്റെ സൈഡിലായിട്ടുള്ള പ്രശ്നം കൊണ്ടുവരാൻ ചാൻസ് കുറവെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം RPM എല്ലാം റീച്ച് ആവുന്നുണ്ട്, സ്പീഡ് കയറുന്നില്ല. അതായത് കട്ട് ഓഫ് സ്പീഡ് കുറവാണ്. അത് എന്തുകൊണ്ടാണെന്ന് നോക്കണം. ചിലപ്പം എന്താ പറയാ, നമ്മുടെ വീലിന്റെ സ്പീഡോമീറ്ററിന്റെ വീലിന്റെ സെൻസർ ഉണ്ട്. ഇപ്പം ABS വണ്ടിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചില വണ്ടിക്ക് ഫ്രണ്ട് വീലിന്നായിരിക്കും, ചില ബാക്ക് വീലിന്നായിരിക്കും റീഡിംഗ് എടുക്കുന്നത്. പക്ഷെ RPMന്റെ റീഡിംഗ് എടുക്കുന്നത് ഇന്ത്യയിലെ എഞ്ചിനകത്തുനിന്നാണ്. അപ്പോഴത്തേക്ക് അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പ്രശ്നം വരാം. സ്പീഡ് ആക്യുറേറ്റ് ആയിട്ട് കാണിക്കില്ല. അപ്പൊ അതാണോ എന്നൊക്കെ നോക്കണം. നമുക്ക് എടുപിടി എന്നും പറഞ്ഞ് ചാടി കയറി ഇന്നതാണ് പോയെന്ന് പറഞ്ഞ് പാർട്സ് മാറ്റാൻ പറ്റില്ല. കാരണം പാർട്സിനൊക്കെ അമ്മാതിരി വിലയാണ്. ഇപ്പൊ ഇതിന്റെ സ്പീഡോമീറ്ററിന്റെ കേബിൾ തന്നെ എനിക്ക് തോന്നുന്നു 1500 രൂപയ്ക്ക് താഴെ എന്തോ വില വരുന്നുണ്ട്. അപ്പം ഓരോ
ദിവസത്തെ ശമ്പളമൊക്കെ ഇനി പറഞ്ഞ എമൗണ്ടൊക്കെ ചിലപ്പോൾ 3 ദിവസമൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പോയത് എന്താണ് കണ്ടുപിടിച്ചിട്ട് അത് മാത്രം റീപ്ലേസ് ചെയ്ത് പോകുന്നത് നല്ലത്. അതാകുമ്പോൾ വരുന്നവർക്ക് എക്സ്പെൻസീവ് കുറഞ്ഞിരിക്കുകയും ചെയ്യും. എന്താ പറയാ, ഈ സ്റ്റെയർ മാറുന്നതെല്ലാം ഫുള്ള് യവനക്കാരന്മാർക്കാണ് പൈസ ഉള്ളത്. അതുകൊണ്ട് ഈ പണിയെടുക്കുന്നവർക്ക് ചിലപ്പം ഇത് എടുക്കുന്ന റെഗുലർ എടുക്കുന്ന ഷോപ്പിൽ നിന്ന് മെക്കാനിക്കിന് ചിലപ്പോൾ 5% കുറച്ച് കിട്ടിയതായി. അതും അപ്പം കിട്ടത്തില്ല. ചില ഓരോ ഷോപ്പിനെ ബേസ് ചെയ്തിരിക്കും. ചിലവർക്കൊക്കെ ഇയർലി ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. എന്നാൽ പോലും ചിലവർ അതിനെ ടാർഗറ്റ് അടിക്കാൻ വേണ്ടി അങ്ങനെ സെറ്റ് ചെയ്യുന്നവരുണ്ട്. കൂടുതലാണ് വില. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ ഇതിൽ നോർമൽ പെട്രോൾ ഫില്ല് ചെയ്ത ഒരാൾ ഓടിച്ചാൽ പ്രശ്നമുണ്ടോ? നോർമൽ പെട്രോൾ ഫില്ല് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഹെഡിലോട്ടുള്ള കാർബൺ ഡെപ്പോസിറ്റ് കൂടും. അപ്പം മിസ്ഫയർ ആവാൻ ചാൻസ് ഉണ്ട്. മിസ്ഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീഗ്നേഷൻ നടക്കും. അതായത് നമുക്കിപ്പം കംപ്രഷൻ നടക്കുന്ന പിസ്റ്റൻ EDCയിലോട്ട് EDC എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റൻ എന്താ പറയാ, അടുത്ത കംപ്രഷന് വേണ്ടി മുകളിലോട്ട് പോകാൻ നേരത്തെ തന്നെ ഈ നോർമൽ പെട്രോളിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് സ്പാർക്ക് അടിക്കാതെ തന്നെ ഹീറ്റ് കൊണ്ട് വേണം. ഒക്ടെയിൻ കുറവായതുകൊണ്ട് ചില ആൾക്കാർ ഒക്ടെയിൻ്റെ എന്താ പറയാ, നോർമൽ പെട്രോളിന് ഒക്ടെയിൻ റേഷ്യോ കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. അത് നല്ലത് നോക്കി യൂസ് ചെയ്യണം. മാക്സിമം അത് അവോയ്ഡ് ചെയ്യാനേ ഞാൻ പറയാം. അതൊന്നും അത് മെയിൻ ആയിട്ട് സൂപ്പർ ബൈക്സിനെല്ലാം 95 മേലോട്ട് പെട്രോൾ അടിച്ചേ വരും. അപ്പൊ അവർക്ക് എല്ലാ തരത്തിലും കിട്ടത്തില്ല. അപ്പൊ അവര് നല്ല സാധനം നോക്കി അവരുടെ കൂടുതൽ അവർ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് നല്ല ബ്രാൻഡ് അറിയാൻ പറ്റും. നമുക്കിവിടെ ഈസി ആയിട്ട് 95 അവൈലബിൾ ആണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ. അപ്പം അതടിച്ച് ഓടിക്കുന്നതിന് നല്ലത്. യൂഷ്വലി മിക്കുള്ളവരും ആരും ഈവൻ 390 പോലും അതൊന്നും ചെയ്യുന്നത്. KTMന്റെ എല്ലാ ബൈക്കിലും 95 ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അവര് പോലും അതൊന്നും ഫിറ്റ് ചെയ്യാറില്ല. നമ്മളെ സംബന്ധിച്ച് 11 മേലുണ്ട്. KTMന്റെ ബൈക്കൊക്കെ യൂസ് ചെയ്യുന്നവര് മാക്സിമം നോർമൽ പെട്രോൾ അടിക്കാതെ ഈ ഒരു 95 മിനിമം യൂസ് ചെയ്ത് വണ്ടി ഓടിക്കുക. കാര്യം നമ്മളിപ്പോൾ ഒരു ചെറിയ ലാഭം നോക്കിയാണ് നമ്മൾ നോർമൽ പെട്രോൾ അടിച്ച് ഓടിക്കുന്നത്. പക്ഷേ നമുക്ക് ലോങ് റണ്ണിൽ കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് പോകും. ഡെപ്പോസിറ്റ് ഇപ്പം ഞാൻ പറഞ്ഞുതരാം, മിക്ക പയ്യന്മാരും ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വരും വരെ ഒരു കാറ്റഗറിയിൽ 3 അല്ലെങ്കിൽ 2 ഡിവൈഡ് ചെയ്യാം. വണ്ടി പണിയായി കഴിഞ്ഞാൽ വിൽക്കുന്ന ഒരു ടീമുണ്ട്. വണ്ടി പണിയായി കഴിഞ്ഞാൽ അങ്ങനെ വെച്ച് ഓട്ടിക്കുന്നവന്മാരുണ്ട്. വണ്ടി പണിയായി കഴിഞ്ഞാൽ ഫുള്ള് അവർക്കൊരു പുതിയ വണ്ടിയെ റൈറ്റ് ഫീൽഡിലോട്ട് കൊണ്ടുവരുന്ന ടീംസും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ കാറ്റഗറി ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പം നമുക്കിപ്പോ കൂടുതൽ ആൾക്കാരും ബഡ്ജറ്റിൽ അവിടെ ചെയ്യുന്നു, അതാണ് നോക്കുന്നത്. നമുക്കൊരു വണ്ടിയുടെ കംപ്ലൈന്റ് ക്ലിയർ ആവണമെങ്കിൽ പോയ പാർട്സ് എന്താണോ അത് റീപ്ലേസ് ചെയ്യണം. അല്ലാതെ ക്ലീൻ ചെയ്ത് തട്ടിക്കൂട്ടിയിട്ടൊന്നും വണ്ടി കയറാം. നിങ്ങൾ പോണ വഴിക്കുന്നത് ചിലപ്പോൾ പിന്നെയും കംപ്ലൈന്റ് ആണ്. നമുക്കൊരു വണ്ടി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ എന്താണ് കംപ്ലൈന്റ് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ പോയ സാധനം മാത്രം മാറിക്കഴിഞ്ഞാൽ, ഇപ്പം എഞ്ചിൻ സൈഡ് ഇന്റേണൽ പാർട്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പം എന്താണ് പോയത് അത് കണ്ടുപിടിച്ച് അത് പാർട്സിൽ മാറിക്കഴിഞ്ഞാൽ 70% കംപ്ലൈന്റ് ആണ് സോൾവ് ആയി. ബാക്കി ചെയ്യുന്ന ആൾക്കാർ എത്രത്തോളം നീറ്റായിട്ട് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ളതും കൂടെ ക്ലിയർ ആവും. അല്ലാതെ ഇപ്പം എന്താ ഈ ക്ലച്ച് ബെല്ല് പോകും. അപ്പം യമഹയ്ക്ക് അത് റിപ്പയറിംഗ് കിറ്റ് അവൈലബിൾ അല്ല. ലേറ്റ് കൊടുത്ത് ഒരുപാട് പേര് ക്ലച്ച് ബെല്ല് തറയ്ക്കുന്നുണ്ട്. തറച്ചിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി പ്ലാൻ ചെക്ക് ചെയ്താൽ നല്ല രീതിയിലുള്ള ഷേക്ക് കാണും. മീൻസ് പുതിയതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് സമയം ഷേക്ക് വരും. പക്ഷെ കമ്പയർ ചെയ്യുന്ന നേരത്ത് നല്ല കൂടുതലായിരിക്കും നമ്മൾ റീവർക്ക് ചെയ്യുന്ന സാധനങ്ങൾ. ഇപ്പം എനിക്കിപ്പോൾ ഓൾറെഡി റീസെന്റ് ആയിട്ട് വണ്ടി വന്നു. അത് ക്രാങ്കൊക്കെ റീബിൽഡ് ചെയ്ത വണ്ടിയാണ്. അതൊക്കെ ലേറ്റി കൊടുത്ത് റീബിൽഡ് ചെയ്താൽ അത് ഈ വണ്ടിക്കൊക്കെ ക്രാങ്ക് ഒന്നും റീബിൽഡ് ചെയ്താൽ കിടക്കില്ല. ലേറ്റി കൊടുത്ത് റീകണ്ടീഷൻ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല.